പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കിൾ 19 2 പരിധിയിൽ വരുന്ന ഡീസൻസി എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. ഹണി റോസിനെതിരെയുള്ള സൈബർ ബുള്ളിയിങ് തികച്ചും തെറ്റാണ്. അത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ്. അതിനൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ ഫെയർ ക്രിറ്റിസിസം, മാന്യതയോടുകൂടിയുള്ള വിമർശനം, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ്. ഇനി ഹണി റോസ് പറഞ്ഞ 2-3 കാര്യങ്ങളിലൂടെ ചിലരെങ്കിലും ഒരു പക്ഷെ അത് കണ്ടു കാണണം. രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തവരും ചിന്തിക്കണം. ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റിയുള്ള വാക്കുകളാണ്. അതായത് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും മറ്റും പ്രവർത്തിക്കുന്നത് പോലെയാണ്. അല്ല, സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വിമർശനമില്ലേ? ഇത് കേട്ടാത്തൊന്നും രാഹുൽ ഈശ്വറാണ് ആദ്യമായിട്ട് ഹണി റോസിനെ വിമർശിക്കുന്നത്. സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ്. 2, ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ച് വേണം പറയണം, വളരെ ആലോചിച്ച് പറയണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. കാര്യം അതിലൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുന്ന ഹണി റോസ് അബലയല്ല, പ്രിവിലേജ്ഡ് ആണ്, അതിശക്തയാണ് എന്ന് കൂടി മറക്കരുത്. അതായത് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ പ്രശ്നം വളരെ ജനുവിനാണ്. അവർ ആ പ്രശ്നത്തിന്റെ പേരിൽ പരാതി കൊടുത്തു. കോച്ചെ പറഞ്ഞ വാക്ക് തെറ്റാണ്. ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന 99% മാധ്യമങ്ങളും അതിശക്തമായി ഹണി റോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണി റോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ബോച്ചയെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാർ വളർന്നിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണി റോസ് വ്യഥയിലേക്കും ഹണി റോസ് അബലയാണെന്നും അല്ലെങ്കിൽ ഹണി റോസിന് ഒറ്റപ്പെടലും ആത്മഹത്യയും ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ച് നോക്കണം. അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം സംരക്ഷണ കവചവും സപ്പോർട്ട് കൊടുക്കുന്ന ഹണി റോസിനെ പോലുള്ള ഒരു പ്രിവിലേജ്ഡ് വ്യക്തി, രാഹുൽ ഈശ്വർ ഒരു വലിയ വ്യക്തിയുടെ പ്രിവിലേജ്ഡ് ആണ്. നമ്മളെ പോലുള്ള പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ അത്തരം നെഗറ്റീവ് അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള നെഗറ്റീവ് വാക്കുകളൊന്നും ഒരു കാരണവശാലും പറയരുത്. ഈ 2, ബോച്ചയെ കുറിച്ച് ഒരു കാര്യം. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ. അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനാണ്. ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കരുത്. എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത, ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെയും മറക്കരുത്. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറുപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബോച്ച ഇതേവരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം